നമസ്കാരം, ഞാൻ ഉമേഷ് ശിവരാമൻ. വാർത്താമഴയിലേക്ക് വിശദമായി. മാവേലിക്കരയിൽ LDF അട്ടിമറി പ്രവചിച്ച് 24 പ്രീ പോൾ സർവേ. എറണാകുളം, മലപ്പുറം, കണ്ണൂർ മണ്ഡലങ്ങൾ UDF നിലനിർത്തുമെന്നാണ് സർവേയിൽ പങ്കെടുത്ത കൂടുതൽ പേരും അഭിപ്രായപ്പെട്ടത്. ഏറ്റവും കൂടുതൽ സാമ്പിളുകൾ പരിശോധിച്ച പിൻബലത്തിലാണ് പ്രവചനങ്ങൾ. കാണാം ഇന്നത്തെ ലീഡ് സ്റ്റോറി. ഇഞ്ചോടിഞ്ചു നിൽക്കുന്ന അപ്രവചനീയമെന്ന് തന്നെ പറയാവുന്ന വൻപൻ വീഴ്ചകൾ സാധ്യമായേക്കാവുന്ന മലബാർ അടക്കമുള്ള മണ്ഡലങ്ങളിലേക്കാണ് ഇന്നും താരമണ്ഡലങ്ങൾ, സൂപ്പർ മണ്ഡലങ്ങൾ, ഡിസൈസീവ് ബിഗ് ക്വസ്റ്റ്യൻസ്, ഉത്തരങ്ങൾ. വെൽക്കം അഗൈൻ പ്രേക്ഷകരെ. 24 മെഗാ പ്രീ പോൾ സർവേ. അസംബ്ലിയിൽ ഇടത് ആധിപത്യമാണെങ്കിലും പാർലമെന്റിൽ UDFന്റെ കൊടിക്കുന്നിൽ സുരേഷ് കൊടികുത്തി വാഴുന്ന മണ്ഡലമാണ് മാവേലിക്കര. എന്നാൽ ഇത്തവണ മത്സരം കടുക്കും. LDF കളത്തിലിറക്കിയ യുവനേതാവ് CA അരുൺകുമാറിന് അനുകൂലമാണ് സർവേ ഫലം. സർവേയിൽ പങ്കെടുത്ത 43.2% പേരുടെ പിന്തുണ അരുൺകുമാറിന് ലഭിച്ചു. കൊടിക്കുന്നിലിന് 40.1%, NDA സ്ഥാനാർത്ഥി ബൈജു കലാശാലയ്ക്ക് 15.1% പിന്തുണയാണുള്ളത്. മലപ്പുറത്ത് ഇത്തവണയും അട്ടിമറി സാധ്യതയില്ലെന്നാണ് പ്രവചനം. UDFന്റെ ET മുഹമ്മദ് ബഷീറിന് അനുകൂലമായാണ് 51.8% പേർ സർവേയിൽ അഭിപ്രായം പങ്കുവച്ചത്. LDF സ്ഥാനാർത്ഥി V വസീഫിനെ 35.8% അനുകൂലിച്ചപ്പോൾ NDAയുടെ അബ്ദുൾ സലാമിനു വേണ്ടി കൈയുയർത്തിയത് 6.8% മാത്രം. UDFന്റെ കോട്ടകളിലൊന്നായ എറണാകുളത്തും മാറ്റത്തിന് സാധ്യതയില്ലെന്നാണ് സൂചന. സർവേയിൽ പങ്കെടുത്തവരിൽ 46.2% ഹൈബി ഈഡനെയും 37.8% LDF സ്ഥാനാർത്ഥി KJ ഷൈനിനെയും 12.9% NDAയുടെ KS രാധാകൃഷ്ണനെയും പിന്തുണച്ചു. കണ്ണൂരിൽ ഇഞ്ചോടിഞ്ചു പോരാട്ടമാണ്. UDF സ്ഥാനാർത്ഥി K സുധാകരനെ 45.5 പേർ അനുകൂലിച്ചപ്പോൾ 43.8% പേരാണ് LDFന്റെ MV ജയരാജന് സാധ്യത പ്രവചിച്ചത്. NDAയുടെ C രഘുനാഥിനെ അനുകൂലിച്ചത് 9.4% പേർ. 12 മണ്ഡലങ്ങളിലെ സർവേ ഫലം പുറത്തു വന്നപ്പോൾ 8 മണ്ഡലങ്ങളിൽ UDFനും 4 മണ്ഡലങ്ങളിൽ LDFനുമാണ് മുൻതൂക്കം. ഇലക്ഷൻ ഡെസ്ക് 24. അന്വേഷണ ഏജൻസികളെ കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ വേട്ടയ്ക്ക് ഉപയോഗിക്കുന്നുവെന്ന പ്രതിപക്ഷ ആരോപണത്തെ പിന്തുണച്ച് 24 അഭിപ്രായ സർവേയിൽ പങ്കെടുത്ത ഭൂരിപക്ഷവും 24 പ്രീ പോൾ സർവേ 3-ാം ഘട്ടത്തിൽ മുന്നോട്ട് വെച്ച ബിഗ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു. പ്രതികരണങ്ങൾ പലവിധം. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ്, കോൺഗ്രസ് CPIM ഉൾപ്പെടെയുള്ള പാർട്ടികൾക്കെതിരെ ആദായനികുതി വകുപ്പിന്റെ നടപടി, കരുവന്നൂരിലെ ED ഇടപെടൽ, ഇവയെല്ലാം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് സജീവ ചർച്ചാ വിഷയമാണ്. കേന്ദ്ര അന്വേഷണ ഏജൻസികൾ BJPയുടെ രാഷ്ട്രീയ ഉപകരണങ്ങളായി മാറിയെന്ന് പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം ആരോപിക്കുന്നു. അഴിമതിക്കെതിരായ സന്ധിയില്ലാത്ത പോരാട്ടമെന്നാണ് കേന്ദ്ര സർക്കാർ അനുകൂലികളുടെ മറുപടി. ഇക്കാര്യത്തിൽ വോട്ടർമാർ എങ്ങനെ ചിന്തിക്കുന്നു? പ്രതിപക്ഷ നേതാക്കളെ കേന്ദ്ര ഏജൻസി വേട്ടയാടുന്നുണ്ടോ എന്നാണ് ചോദ്യം. 24 പ്രീ പോൾ സർവേയിൽ പങ്കെടുത്തവരിൽ 44.1% പ്രതികരിച്ചത് വേട്ടയാടുന്നുണ്ട് എന്ന് തന്നെയാണ്. രാഷ്ട്രീയ വേട്ടയാടൽ ഇല്ല എന്ന് അഭിപ്രായപ്പെട്ടത് സർവേയിൽ പങ്കെടുത്ത 23.8% പേർ മാത്രം. 32.1% പേർ നൽകിയത് അറിയില്ല എന്ന മറുപടിയാണ്. പ്രതിപക്ഷ നേതാക്കളെ കേന്ദ്ര ഏജൻസി വേട്ടയാടുന്നുണ്ടോ എന്ന ചോദ്യത്തിന് ഉണ്ട് എന്ന് ഉറക്കെ പറയുന്നവർ 44.1% ആളുകളാണ്. ഇല്ല എന്ന് പറയുന്നത് 23.8% ആളുകളാണ്. വലിയ മാറ്റം ഉണ്ടാകാൻ ഏതായാലും നമുക്ക് ഈ ജനാധിപത്യ സംവിധാനത്തിൽ അങ്ങനെ ഒരു വിധിയെഴുത്ത് ഇപ്പോഴത്തെ നിലയിൽ സാധ്യമല്ല. കാരണം 3 സ്ഥാനാർത്ഥികളും ജയത്തിനു വേണ്ടിയാണ് മത്സരിക്കുന്നത്. മണ്ഡലം തിരിച്ചുള്ള അഭിപ്രായ സർവേക്കൊപ്പം പൊതുവിഷയങ്ങളിൽ കേരളത്തിൽ ആകെയുള്ള വോട്ടർമാർ എങ്ങനെ ചിന്തിക്കുന്നുവെന്ന് അറിയാനാണ് 24 പ്രീ പോൾ സർവേയുടെ ഭാഗമായി ബിഗ് ക്വസ്റ്റ്യൻ. ഇലക്ഷൻ ഡെസ്ക് 24. ചെറിയ പെരുന്നാൾ നാളെ. 29 ദിവസത്തെ റമദാൻ വ്രതാനുഷ്ഠാനത്തിന് പരിസമാപ്തി കുറിച്ച് നാളെ ചെറിയ പെരുന്നാൾ. പൊന്നാനിയിൽ ശവ്വാൽ മാസപ്പിറവി ദൃശ്യമായതായി വിവിധ ഖാസിമാർ അറിയിച്ചു. നോമ്പിലൂടെ കൈവരിച്ച വിശുദ്ധി തുടർന്നും കാത്തു സൂക്ഷിക്കണമെന്ന് ഇസ്ലാം മത പണ്ഡിതർ പറഞ്ഞു. ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന സന്തോഷത്തിന്റെ തക്ബീർ മന്ത്രങ്ങളോടെയാണ് വിശ്വാസികൾ ഈദുൽ ഫിത്റിനെ വരവേൽക്കുന്നത്. നിർബന്ധിത ദാനധർമ്മമായ ഫിത്ർ സക്കാത്ത് നൽകിയാണ്
വിശ്വാസികൾ പെരുന്നാൾ ആഘോഷങ്ങളിലേക്ക് കടക്കുക. പരസ്പരം പങ്കുവെച്ചും സ്നേഹബന്ധങ്ങൾ പുതുക്കിയുമാകണം പെരുന്നാൾ ആഘോഷിക്കേണ്ടതെന്ന് പാണക്കാട് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ പറഞ്ഞു. പ്രധാനമായിട്ടും നമ്മുടെ ആഘോഷം എന്നുള്ളത് അത് സാഹോദര്യം, സൗഹൃദം പങ്കുവെക്കുക എന്നുള്ളത് തന്നെയാണ്. ഭക്ഷണം പങ്കുവെച്ചുകൊണ്ട്, അതുപോലെ തന്നെ സൗഹൃദങ്ങൾ ഊട്ടിയുറപ്പിച്ചുകൊണ്ട്, പ്രധാനമായും കുടുംബ ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇന്നിപ്പോൾ ആർക്കും സമയമില്ലല്ലോ, എല്ലാവരും അവരുടേതായ തിരക്കുകളില്ല. ആ തിരക്കുകളൊക്കെ അല്പം മാറ്റി വെച്ചുകൊണ്ട് ഉമ്മയെ കാണാൻ, ബാപ്പയെ കാണാൻ, നമ്മുടെ ബന്ധങ്ങൾ ഊഷ്മളമാക്കുവാൻ ഈ ഒരു ദിവസത്തെ സന്ദർശനങ്ങളിലൂടെ എല്ലാവരും തയ്യാറാകണം. പെരുന്നാൾ പാവങ്ങളെ സഹായിക്കാനുള്ള അവസരമാകണമെന്നും ഹൃദയത്തെ മോശമാക്കുന്ന പ്രവൃത്തികൾ പാടില്ലെന്നും കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ. പാവപ്പെട്ട ജനങ്ങളുമായി ബന്ധം പുനഃസ്ഥാപിക്കുകയും ദരിദ്രർക്ക് കഴിവുള്ളവർ ഫിത്ർ സക്കാത്ത് എന്ന പേരിലുള്ള ആ ഭക്ഷണ സാധനമായ അരി അല്ലെങ്കിൽ ഗോതമ്പ് ഓരോ നാട്ടിലും ഭക്ഷിക്കപ്പെടുന്ന ഭക്ഷണങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല ഭക്ഷണം പാവപ്പെട്ടവർക്ക് കൊടുക്കാനും വിതരണം ചെയ്യാനും, അതുപോലെ പുതുവസ്ത്രങ്ങൾ ധരിച്ച് കുടുംബങ്ങളെ അങ്ങുമിങ്ങും പോയി കണ്ട് ആശംസകൾ അറിയിക്കുകയും ചെയ്യുന്ന സന്തോഷം മാത്രമാണ് ഇസ്ലാം അനുവദിച്ച സന്തോഷം. കഠിനമായ ചൂടിനെ അതിജീവിച്ച് 29 ദിവസം നീണ്ട വ്രതാനുഷ്ഠാനത്തിന് ശേഷമാണ് വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തുടങ്ങിയവർ ഈദാശംസകൾ അറിയിച്ചു. സമീർ ബിൻ കരീം, 24 മലപ്പുറം. പെരുന്നാളിനൊരുങ്ങി ഗൾഫ് രാജ്യങ്ങളും വിവിധയിടങ്ങളിലെ പള്ളികളിലും ഈദ്ഗാഹുകളിലും പ്രാർത്ഥനയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. UAE, സൗദി അറേബ്യ, കുവൈറ്റ്, ഖത്തർ, ബഹ്റൈൻ എന്നിവിടങ്ങളിൽ നാളെയാണ് പെരുന്നാൾ. റമദാൻ 30 പൂർത്തിയാക്കിയാണ് ഇത്തവണ ഗൾഫ് നാടുകളിൽ വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നത്. ഇന്ന് വൈകിട്ടോടെ വിശ്വാസികൾ തക്ബീർ ധ്വനികളും ഫിത്ർ സക്കാത്ത് വിതരണവും ആരംഭിക്കും. പുതുവസ്ത്രമണിഞ്ഞ് നാളെ രാവിലെ നടക്കുന്ന പെരുന്നാൾ നമസ്കാരത്തിലും ഖുതുബയിലും പങ്കെടുക്കും. സൗദിയിലെ ആയിരക്കണക്കിന് വരുന്ന പള്ളികളും ഈദ്ഗാഹുകളും പെരുന്നാൾ നമസ്കാരത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. സൂര്യൻ ഉദിച്ച് 15 മിനിറ്റ് കഴിഞ്ഞയുടൻ പെരുന്നാൾ നമസ്കാരം നിർവഹിക്കാനാണ് സൗദി മതകാര്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. മക്കയിലും മദീനയിലുമുള്ള ഹറം പള്ളികളിൽ നടക്കുന്ന പെരുന്നാൾ നമസ്കാരത്തിൽ ദശലക്ഷക്കണക്കിന് വിശ്വാസികൾ പങ്കെടുക്കും. UAEയിലെയും പള്ളികളും ഈദ്ഗാഹുകളും പെരുന്നാൾ നമസ്കാരത്തിനായി ഒരുങ്ങിക്കഴിഞ്ഞു. രാവിലെ 6:15 മുതൽ UAEയിലെ വിവിധയിടങ്ങളിൽ പ്രാർത്ഥനകൾക്ക് തുടക്കമാകും. അറബിക്, മലയാളം, ഇംഗ്ലീഷ്, ഉറുദു, തമിഴ് തുടങ്ങി വിവിധ ഭാഷകളിൽ UAEയിൽ പെരുന്നാൾ ഖുതുബ നടക്കും. മലയാളികളുടെ നേതൃത്വത്തിൽ ദുബായിലും ഷാർജയിലും 3 ഈദ്ഗാഹുകൾ ഉണ്ടാകും. UAEയിൽ ദുബായിലും ഷാർജയിലും മാത്രമാണ് മലയാളത്തിലുള്ള ഈദ്ഗാഹിന് അനുമതി ലഭിച്ചിരിക്കുന്നത്. പെരുന്നാൾ നമസ്കാരത്തിന് 642 പള്ളികളും ഈദ്ഗാഹുകളും സജ്ജമാക്കിയതായി ഖത്തർ ഔഖാഫ് മതകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. പെരുന്നാൾ ആഘോഷം വർണ്ണാഭമാക്കാൻ രാജ്യങ്ങളിൽ വെടിക്കെട്ട് ഉൾപ്പെടെ വ്യത്യസ്തമായ നിരവധി പരിപാടികളും ഒരുക്കിയിട്ടുണ്ട്. 24 ദുബായ്. ഇനി ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്കാണ്. കായംകുളത്ത് ക്ഷേത്രോത്സവത്തിനിടെ പോലീസിന് നേരെ ആക്രമണം. 2 സിവിൽ പോലീസ് ഓഫീസർമാർക്ക് പരിക്കേറ്റു. ഉത്സവത്തോടനുബന്ധിച്ചുള്ള കെട്ടുകാഴ്ച കടന്നുപോകാൻ വൈദ്യുതി വിച്ഛേദിച്ചതുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഘർഷത്തിന് ഇടയാക്കിയത്. മനീഷ് മഹിപാൽ ആലപ്പുഴയിൽ. മനീഷ്, ഒരു CPOയ്ക്ക് ഗുരുതരമായി പരിക്കുണ്ടെന്നാണല്ലോ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ മനീഷ്? ഉന്മേഷ്, ഇന്ന് രാത്രിയിലെ 8:30ക്കും 9 മണിക്കും ഇടയിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. 15ഓളം വരുന്ന സംഘമാണ് കുരുമുളക് സ്പ്രേ അടക്കം പ്രയോഗിച്ച് പോലീസ് ഉദ്യോഗസ്ഥരെ മർദ്ദിച്ചത്. ഇതിൽ 2 പോലീസ് മനീഷ് മഹിപാലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കായംകുളത്താണ് ക്ഷേത്രോത്സവത്തിനിടെ പോലീസിന് നേരെ ആക്രമണം ഉണ്ടായത്. 2 സിവിൽ പോലീസ് ഓഫീസർമാർക്ക് പരിക്കേറ്റു. ഉത്സവത്തോട് അനുബന്ധിച്ചുള്ള കെട്ടുകാഴ്ച കടന്നുപോകാൻ വൈദ്യുതി വിച്ഛേദിച്ചതുമായി ബന്ധപ്പെട്ട തർക്കമുണ്ടായിരുന്നു. മനീഷ്, പറയൂ. രാത്രി 8:30ക്കും 9 മണിക്കും ഇടയിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. 15ഓളം വരുന്ന സംഘമാണ് കുരുമുളക് സ്പ്രേ അടക്കം പ്രയോഗിച്ച് പോലീസ് ഉദ്യോഗസ്ഥരെ മർദ്ദിച്ചത്. മർദ്ദനത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 2 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഒന്ന് CPO പ്രവീണാണ്. CPO പ്രവീണിനെ പരുമലയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ ഇപ്പോൾ ഒരാൾ പിടിയിലായിട്ടുണ്ടെന്നുള്ള വിവരം കൂടി പുറത്തു വന്നിട്ടുണ്ട്. കായംകുളം DYSP അജയനാഥിന്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ സംഭവം ഉണ്ടാകാൻ കാരണം ഇന്ന് കായംകുളത്തെ ദേവികുളങ്ങര പുതുപ്പള്ളി ദേവികുളങ്ങര ക്ഷേത്രത്തിലെ ഉത്സവമാണ്. ഉത്സവം ബന്ധപ്പെട്ട് കെട്ടുകാഴ്ചക്കിടെ ഏറെ നേരമായി കെട്ടുകാഴ്ച കടന്നു പോകുന്നതിന് വേണ്ടി 110 11 kV
ഈ 11 kV ലൈൻ വിച്ഛേദിച്ചിരുന്നു. പ്രദേശത്ത് ഏറെ നേരമായി തന്നെ വൈദ്യുതി ഇല്ലാത്തതിനെ തുടർന്ന് പോലീസ് ആവശ്യപ്പെട്ടു, കെട്ടുകാഴ്ച വേഗം കടന്നുപോയി വൈദ്യുതി പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഇത് തർക്കത്തിനിടയാക്കി. ചില സാമൂഹ്യ വിരുദ്ധരായിട്ടുള്ള ആളുകൾ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു എന്നും പോലീസ് പറയുന്നുണ്ട്. ആ സാമൂഹ്യ വിരുദ്ധരായിട്ടുള്ള ആളുകൾ ഏകദേശം 15ഓളം പേർ വരും. 15ഓളം പേർ ചേർന്നാണ് ഈ 2 പോലീസ് ഉദ്യോഗസ്ഥരെ ക്രൂരമായി മർദ്ദിച്ചത്. ഇതിൽ പ്രവീണിന്റെ കണ്ണിനാണ് പരിക്കേറ്റുള്ളത്. കുരുമുളക് സ്പ്രേ അടക്കം പ്രയോഗിച്ചുകൊണ്ടായിരുന്നു ഇവരെ ആക്രമണം നടന്നത്. 15 പേർ ഉണ്ടെന്നാണ് പോലീസിന്റെ കണക്ക്. 15 പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഒരാൾ പിടിയിലായിട്ടുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ശരി മനീഷ്, കായംകുളത്താണ് ഇത്തരത്തിൽ പോലീസിന് നേരെ ആക്രമണം ഉണ്ടായത്. മനീഷ് മഹിപാലാണ് വിവരങ്ങൾ നൽകിയത്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് തിരിച്ചടി. മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ഹൈക്കോടതിയിൽ തിരിച്ചടി. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അറസ്റ്റ് ചോദ്യം ചെയ്ത് നൽകിയ ഹർജി കോടതി തള്ളി. കെജ്രിവാൾ ഗൂഢാലോചന നടത്തിയതിന് മതിയായ തെളിവുണ്ടെന്ന് കോടതി നിരീക്ഷിച്ചു. ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് ആം ആദ്മി പാർട്ടി അറിയിച്ചു. മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റേത് ജാമ്യാപേക്ഷയല്ല, അറസ്റ്റ് ചോദ്യം ചെയ്തുള്ള ഹർജിയാണ് എന്ന ആമുഖത്തോടെയാണ് ജസ്റ്റിസ് സ്വർണകാന്ത് ശർമ്മ വിധി പ്രസ്താവിച്ചത്. കെജ്രിവാൾ അഴിമതി നടത്തിയെന്നാണ് ED വാദിക്കുന്നതെന്ന് പറഞ്ഞ കോടതി ഗൂഢാലോചനയിൽ കെജ്രിവാൾ ഭാഗമായതിന് തെളിവുണ്ടെന്നും രേഖകൾ ED ശേഖരിച്ചിട്ടുണ്ടെന്നും ചൂണ്ടിക്കാട്ടി. തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് അറസ്റ്റ് ചെയ്തതിനെയും മാപ്പ് സാക്ഷികളുടെ വിശ്വാസ്യതയെയും ചോദ്യം ചെയ്ത കെജ്രിവാളിന്റെ വാദങ്ങൾ കോടതി പൂർണ്ണമായും തള്ളി. എപ്പോൾ അറസ്റ്റ് ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടത് അന്വേഷണ ഏജൻസിയാണ്. രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിലല്ല, നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി കേസ് വിലയിരുത്തുന്നത്. ഒരു പ്രതിയെ മാപ്പുസാക്ഷിയായി അംഗീകരിക്കുന്നത് ജുഡീഷ്യൽ നടപടികളുടെ ഭാഗമായാണെന്നും കോടതി വ്യക്തമാക്കി. കെജ്രിവാളിന്റെ ഹർജി നിലനിൽക്കില്ലെന്ന് വിധിച്ച കോടതി ED അറസ്റ്റ് ചെയ്തതും വിചാരണ കോടതി റിമാൻഡിൽ വിട്ടതും ശരിവെച്ചു. ഹൈക്കോടതി വിധിക്കെതിരെ ഉടൻ സുപ്രീം കോടതിയെ സമീപിക്കാനാണ് ആം ആദ്മി പാർട്ടിയുടെ നീക്കം. 24 ഡൽഹി. തോമസ് ഐസക്കിന് തെരഞ്ഞെടുപ്പ് വരെ ആശ്വാസം. മസാല ബോണ്ട് കേസിൽ മുൻ ധനമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക്കിനെ തെരഞ്ഞെടുപ്പ് കാലത്ത് ചോദ്യം ചെയ്യേണ്ടതില്ല എന്ന് EDയോട് ഹൈക്കോടതി. ചില ഇടപാടുകളിൽ ഡോക്ടർ TM തോമസ് ഐസക് വിശദീകരണം നൽകേണ്ടതുണ്ടെന്നും കോടതി നിരീക്ഷിച്ചു. അടുത്ത മാസം 22-ന് ഹർജി വീണ്ടും പരിഗണിക്കും. ജനാധിപത്യത്തിന്റെ പവിത്രത ഉയർത്തിപ്പിടിച്ച വിധിയെന്ന് ഡോക്ടർ TM തോമസ് ഐസക് പ്രതികരിച്ചു. മസാല ബോണ്ട് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്ന് മുദ്രവെച്ച കവറിൽ ചില രേഖകൾ ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. ഇവ പരിശോധിച്ച ശേഷമാണ് ചില ഇടപാടുകൾക്ക് തോമസ് ഐസക്കിൽ നിന്ന് വിശദീകരണം വേണമെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചത്. എന്നാൽ തോമസ് ഐസക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാണെന്നും ഇപ്പോൾ ചോദ്യം ചെയ്യേണ്ടതില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് EDക്ക് വിശാലമായി അന്വേഷിക്കാമെന്നും ജസ്റ്റിസ് TR രവി. ഹർജി മെയ് 22-ലേക്ക് മാറ്റി. ജനാധിപത്യത്തെ അട്ടിമറിക്കാനാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് ED സമൻസ് അയച്ചതെന്ന് തോമസ് ഐസക് കുറ്റപ്പെടുത്തി. ഫണ്ട് വിനിയോഗം സംബന്ധിച്ച വിശദീകരണമാണ് ആവശ്യമെങ്കിൽ അത് നൽകേണ്ടത് കിഫ്ബിയാണെന്നും പ്രതികരണം. അതിനിടയ്ക്ക് ED സീൽ ചെയ്തൊരു കവർ കോടതിയെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഫണ്ട് വിനിയോഗം സംബന്ധിച്ച ക്ലാരിഫിക്കേഷൻസ് ആയിരിക്കും. അത് നൽകേണ്ട കിഫ്ബിയാ, മന്ത്രിയല്ല. ഏതായാലും വിധിയുടെ പകർപ്പ് വരട്ടെ, എന്നിട്ട് കൂടുതൽ ഞാൻ പ്രതികരിക്കാം. മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട ഭൂമി ഇടപാടുകളിലാണ് ED വ്യക്തത തേടുന്നതെന്നാണ് വിവരം. മസാല ബോണ്ട് ഉപയോഗിച്ച് ഭൂമി വാങ്ങാൻ റിസർവ് ബാങ്കിന്റെ അനുമതി ഉണ്ടായിരുന്നില്ല. എന്നാൽ ചട്ടവിരുദ്ധമായി ഭൂമി വാങ്ങിയതായി ED കണ്ടെത്തി. ഇതിൽ തോമസ് ഐസക്കിന്റെ പങ്കിന് തെളിവുള്ളതായി ED അവകാശപ്പെടുന്നു. 24 കൊച്ചി. ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പ് വാർത്തകൾ. പത്തനംതിട്ടയിൽ മകൻ അനിൽ ആന്റണി തോൽക്കുമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണി. താൻ പ്രചാരണത്തിന് പോയില്ലെങ്കിലും ആന്റോ ആന്റണി വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് AK ആന്റണി പറഞ്ഞു. പിതാവിന്റെ രാഷ്ട്രീയം കാലഹരണപ്പെട്ടതാണെന്നായിരുന്നു അനിൽ ആന്റണിയുടെ മറുപടി. BJPയെയും കേന്ദ്ര സർക്കാരിനെയും രൂക്ഷമായി വിമർശിച്ച AK ആന്റണി മകൻ അനിൽ ആന്റണി പത്തനംതിട്ടയിൽ ജയിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. BJPയുടെ കേരളത്തിലെ സുവർണകാലം കഴിഞ്ഞുവെന്നും AK ആന്റണി. എനിക്കൊരു പാട്ട് തോക്കണം, അവിടെ കോൺഗ്രസ് ജയിക്കണം, ആന്റോ ആന്റണി ജയിക്കണം. അതാണ് AK ആന്റണി കോൺഗ്രസ് ആണ്. എന്റെ മതം കോൺഗ്രസ് ആണ്.
എൻ്റെ മതം കോൺഗ്രസ്. 20 സീറ്റിലും BJP 3-ാം സ്ഥാനത്താകുമെന്ന് AK ആന്റണി പറഞ്ഞു. എന്നാൽ പിതാവിനെ തള്ളി പത്തനംതിട്ടയിലെ NDA സ്ഥാനാർത്ഥി അനിൽ ആന്റണി രംഗത്തെത്തി. പത്തനംതിട്ടയിൽ വിജയമുറപ്പെന്നും AK ആന്റണിയുടെ ആഹ്വാനം കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ തള്ളിയതുപോലെ ജനം ഇത്തവണയും തള്ളുമെന്നും അനിൽ ആന്റണി പറഞ്ഞു. ശ്രീ AK ആന്റണി എനിക്ക് വളരെ 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 എന്നെ ഒരുപാട് പഠിപ്പിച്ചിട്ടുള്ള എൻ്റെ ഏറ്റവും അടുത്ത വ്യക്തിയാണ്, എൻ്റെ പിതാവാണ്. പക്ഷേ 2014 തൊട്ട് ശ്രീ AK ആന്റണി പറയുന്ന എല്ലാ കാര്യങ്ങളും ഇന്ത്യൻ ജനത തിരസ്കരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഏതു പാർട്ടിയിലായാലും മകൻ തോൽക്കണമെന്നൊരച്ഛനും ആഗ്രഹിക്കില്ലെന്ന് പത്മജ വേണുഗോപാൽ. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും മക്കൾ തോക്കണമെന്ന് ഒരച്ഛനും ആഗ്രഹിക്കില്ല. അത് ഏത് പാർട്ടിയായാലും. എൻ്റെ അനുഭവം അതാണ്. എന്നാൽ അനിൽ ആന്റണിക്കെതിരെ പത്തനംതിട്ടയിൽ AK ആന്റണി പ്രചരണത്തിനിറങ്ങില്ല. ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം തിരുവനന്തപുരത്തിന് പുറത്തേക്ക് പ്രചരണത്തിനില്ലെന്നാണ് AK ആന്റണിയുടെ നിലപാട്. 24 തിരുവനന്തപുരം. പത്തനംതിട്ടയിലെ NDA സ്ഥാനാർത്ഥി അനിൽ K ആന്റണിക്കെതിരെ ഗുരുതര ആരോപണവുമായി വിവാദ ഇടനിലക്കാരൻ TG നന്ദകുമാർ. CBI സ്റ്റാൻഡിംഗ് കൗൺസിൽ നിയമനത്തിനായി 25 ലക്ഷം രൂപ അനിൽ വാങ്ങി എന്നാണ് ആരോപണം. പിതാവിന്റെ സ്വാധീനം ചൂണ്ടിക്കാട്ടി അനിൽ ആന്റണി വിലപേശിയിരുന്നുവെന്നും TG നന്ദകുമാർ പറഞ്ഞു. ആരോപണങ്ങൾ അനിൽ K ആന്റണി നിഷേധിച്ചു. ബ്ലാക്ക് മെയിലിംഗ് പതിവാക്കിയ ആളാണ് TG നന്ദകുമാർ എന്നും ആരോപണങ്ങൾക്ക് പിന്നിൽ ആന്റണിയാണെന്നുമാണ് അനിൽ K ആന്റണിയുടെ പ്രതികരണം. നിങ്ങൾ ഉമാ തോമസിനോടും PJ കുര്യനോടും ചോദിക്കൂ, എനിക്കതിനെക്കുറിച്ചൊന്നും അറിയില്ല. ലീഗൽ എക്സ്പേർട്ട് എന്നുള്ള രീതിയിൽ പണ്ട് തന്നെ വന്ന് കണ്ടിരുന്നു. 1-2 ആവശ്യങ്ങൾ പറഞ്ഞു, അത് നടക്കത്തില്ലെന്നും പറഞ്ഞ് ഞാൻ കട്ട് ഓഫ് ചെയ്തൊരു വ്യക്തിയാണ്. ഇതൊക്കെ ഓരോ നോൺ എൻറ്റിറ്റീസാണ്. ഇപ്പം ഇതൊക്കെ കൊണ്ടുവരുന്ന ഓരോരുത്തർക്കും വേണ്ടി നിയമ നടപടിക്ക് പോകാൻ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇയാൾ 10-12 വർഷം മുമ്പ് 1-2 ആവശ്യങ്ങളുമായിട്ട് വന്നു. അത് നടക്കില്ലെന്ന് പറഞ്ഞപ്പോൾ തൊട്ട് ഇയാൾ ഇതുപോലെ ഓരോന്നൊക്കെ ചെയ്യുന്നത് വലിയ ന്യൂസൻസ് ആയിരുന്നു. ഈ ന്യൂസൻസ് ആയതുകൊണ്ട് ഇയാളുടെ നമ്പറെല്ലാം ഞാൻ ബ്ലോക്ക് ചെയ്യുമ്പോൾ ഇയാൾ വേറെ നമ്പറിൽ നിന്ന് വിളിച്ച് എന്നെ ശല്യപ്പെടുത്തുന്ന ഒരു വ്യക്തിയായിരുന്നു. ഞാൻ നമ്പറെല്ലാം ബ്ലോക്ക് ചെയ്തു. പിന്നെയും അമേരിക്കൻ നമ്പറിൽ നിന്നൊക്കെ വിളിക്കുന്ന ഒരു ന്യൂസൻസ് ആണ് ഇയാൾ. മറ്റ് നിയമ നടപടികളിലേക്ക് സമയമാകുമ്പോൾ ഞാൻ കടക്കും. കേന്ദ്രമന്ത്രിയും തിരുവനന്തപുരത്ത് BJP സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖരനെതിരായ പരാതിയിൽ ഇടപെട്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സത്യവാങ്മൂലത്തിലെ വിവരങ്ങളിൽ പൊരുത്തക്കേട് ഉണ്ടോ എന്ന് പരിശോധിക്കാൻ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സിന് നിർദ്ദേശം നൽകി. കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ പരാതിയിലാണ് നടപടി. താൻ 18 വർഷമായി പൊതുപ്രവർത്തനം നടത്തുന്ന ആളാണെന്നും ജനപ്രതിനിധി എന്ന നിലയ്ക്കുള്ള വരുമാനം മാത്രമാണ് ഇപ്പോൾ ഉള്ളതെന്നും രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചു. വാർത്താമഴയിലേക്ക് തിരികെ. തൃപ്പൂണിത്തുറ നിയമസഭാ തെരഞ്ഞെടുപ്പ് കേസിൽ ഹൈക്കോടതി മറ്റന്നാൾ വിധി പറയും. UDF സ്ഥാനാർത്ഥി K ബാബു മതചിഹ്നം ഉപയോഗിച്ച് വോട്ട് തേടി എന്നാണ് പരാതി. LDF സ്ഥാനാർത്ഥിയായിരുന്ന M സ്വരാജാണ് ഹർജിക്കാരൻ. K ബാബുവിന്റെ വിജയം അസാധുവാക്കണം എന്നാണ് ഹർജിയിൽ ആവശ്യം. ജസ്റ്റിസ് PG അജിത് കുമാറാണ് വിധി പറയുക. വാർത്താമഴ പൂർത്തിയാകുന്നു.